നാലാം ക്ലാസ്സിലെ കുട്ടികളുടെ മലയാളത്തിൻ്റെ 2025-26 ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രവർത്തനം 1 വായിക്കാം എഴുതാം. ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ താഴെ ഉണ്ട്. ഇതിൻ്റെ ഉത്തരങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ ഈ പാരഗ്രാഫ് നന്നായിട്ട് വായിക്കണം. റീഡ് ചെയ്താലേ കിട്ടുകയുള്ളൂ. ആദ്യത്തെ ചോദ്യം, വിത്തിനുള്ളിൽ മയങ്ങിക്കിടക്കുന്നത് ആരാണ്? അപ്പോൾ ആരാണ് എന്ന് നമുക്ക് നോക്കാം. മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആരോ വലിച്ചെറിഞ്ഞ ഒരു വിത്തിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കുഞ്ഞായിരുന്നു ഞാൻ. മണ്ണിൻ്റെ മടിയിൽ അമ്മയുടെ മടിത്തട്ടിലെന്ന പോലെ ഞാൻ മയങ്ങിക്കിടന്നു. ഇറ്റുവീണ മഴത്തുള്ളികൾ എൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. ഇളംകാറ്റ് സ്നേഹത്തോടെ എന്നെ തലോടി. നിറഞ്ഞ ചിരിയോടെ സൂര്യൻ എൻ്റെ തലയ്ക്കു മുകളിൽ തെളിഞ്ഞു നിന്നു. കുഞ്ഞിലകൾ വിടർത്തി ഞാനും തലയാട്ടി ചിരിച്ചു. കാലം കടന്നുപോയി. ഞാനൊരു മരമായി വളർന്നു. അല്ലേ, കുഞ്ഞിലകളൊക്കെ വിടർത്തി ഞാൻ തലയാട്ടി തിരിച്ചു. അപ്പോൾ ഇലകളൊക്കെ ഉള്ള കാലം കടന്നു പോയിട്ട് ഞാൻ ആരെയായി മരമായി വളർന്നു. അപ്പോൾ മരമാണ് ഇവിടെ വിത്തിനുള്ളിൽ ഉറങ്ങിക്കിടുന്ന ചെറിയ കുഞ്ഞ് അല്ലേ. ആ കുഞ്ഞ് വളർന്ന് മരമായിട്ട് മാറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കുഞ്ഞാരാണ്? മരമാണ് ഉത്തരം അല്ലേ. ഞാനൊരു മരമായി വളർന്നു. എത്രയോ പേർക്ക് തണലേകി. കൂടൊരുക്കി പഴങ്ങൾ നൽകി. അല്ലേ, മരത്തിൻ്റെ ഗുണങ്ങളാണ് അല്ലേ. തണൽ നൽകുക, കൂടൊരുക്കും കിളികൾക്ക്. നമുക്ക് ഫ്രൂട്ട്സ്, പഴങ്ങൾ നൽകും. കാൽവിരലുകൾ നീട്ടി പുഴയെയും കൈവിരലുകൾ നീട്ടി മേഘത്തെയും ഒരേ സമയം തൊട്ടു. ഞാൻ എത്ര സന്തോഷിച്ചെന്നോ. പെട്ടെന്നാണ് എല്ലാം തകിടം മറിഞ്ഞത്. ആഞ്ഞു വീശിയ കോടാലി മൂർച്ചയിൽ എൻ്റെ കൈകാലുകൾ മുറിച്ചു നീക്കപ്പെട്ടു. താഴെ വീണു ചിതറിയ കൂടിനരികിൽ നിലവിളിക്കുന്ന അമ്മക്കിളിയെ കണ്ടപ്പോൾ എൻ്റെ അല്ലൽ ഇരട്ടിച്ചു. അപ്പോൾ കാറ്റിൽ കൂട് തകർന്ന കുഞ്ഞിക്കിളി അല്ലേ നിലത്ത് വീണത് കണ്ടപ്പോൾ എൻ്റെ അല്ലൽ ഇരട്ടിച്ചു അല്ലേ. കുഞ്ഞിക്കിളിയെ കാണുമ്പോൾ നമുക്കെന്താ സങ്കടം തോന്നുമില്ലേ, ഒരു അല്ലൽ അല്ലേ. അല്ലൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒരു സങ്കടം തോന്നുമില്ലേ. അല്ലൽ ഇരട്ടിച്ചു അല്ലേ. കൂട് നമ്മൾ എന്താണ് കുഞ്ഞിക്കിളിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചത്ത് കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടമാവില്ലേ അല്ലേ. നമുക്കതല്ലേ തോന്നുക അല്ലേ. ചിതറിയ കൂടിനരികിൽ നിലവിളിക്കുന്ന അമ്മക്കിളിയെ കണ്ടപ്പോൾ എൻ്റെ അല്ലൽ ഇരട്ടിച്ചു അല്ലേ. എൻ്റെ സങ്കടം കൂട്ടി ഇരട്ടിച്ചു. ആദ്യത്തെ ചോദ്യം, വിത്തിനുള്ളിൽ മയങ്ങിക്കിടക്കുന്നത് ആരാണ്? ആരാണ് വിത്തിനുള്ളിൽ മയങ്ങിക്കിടന്ന് അല്ലേ? മരം അല്ലേ. ഓപ്ഷൻ ഡി മരം എന്ന് ഇങ്ങോട്ട് എടുത്തെഴുതുക. ഒരു ബോക്സ് ഉണ്ട് താഴെ, അതിലേക്ക് മരം എന്ന് എടുത്തെഴുതുക. ബി ക്വസ്റ്റ്യൻ, മരത്തിൻ്റെ വേരുകൾ ആഴത്തിൽ വളർന്നെന്ന് വ്യക്തമാക്കുന്ന വാക്യം ഏതാണ്? മരത്തിൻ്റെ വേരുകളാണ് അല്ലേ. വേരുകൾ എന്ന് പറഞ്ഞാൽ താഴെ ഭാഗത്താണ് ഉണ്ടാവുക. അതായത് മരത്തിൻ്റെ കാലുകളാണ്, കൈകളാണോ? അല്ല, താഴോട്ടാണ് വേരുകൾ ഉണ്ടാവുക അല്ലേ. കൈകാലുകൾ നീട്ടി മേഘത്തെ തൊട്ടു. കാൽവിരലുകൾ നീട്ടി പുഴയെ തൊട്ടു. കാൽവിരലുകളാണ് എന്ത്? വേര് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ. മരത്തിൻ്റെ കാലിൻ്റെ വിരലുകളാണ് വേരുകൾ അല്ലേ, താഴോട്ടുള്ളത്. ഞാൻ മയങ്ങിക്കിടന്നു, തലയാട്ടി ചിരിച്ചു, ഇതൊന്നുമല്ല അല്ലേ. വേരുകൾ എന്ന് പറയുന്നത് ഒരു മരത്തിൻ്റെ കാൽവിരലുകളാണ് അല്ലേ. കൈവിരലുകൾ ചില്ലകൾ അല്ലേ, താഴോട്ട് ഉള്ളതാണ് കാല് അല്ലേ. നമ്മുടെ കാലുകൾ പോലെ മരത്തിൻ്റെ കാലുകളാണ് വേരുകൾ അല്ലേ. സി ക്വസ്റ്റ്യൻ, ആഞ്ഞു വീശിയ കോടാലി മൂർച്ചയിൽ എൻ്റെ കൈകാലുകൾ മുറിച്ചു നീക്കപ്പെട്ടു. മരത്തിൻ്റെ ഈ അവസ്ഥക്ക് ആരായിരിക്കും കാരണക്കാർ? അല്ലേ, മരമൊക്കെ മുറിക്കുന്നത് ആരാണ് അല്ലേ? നമ്മൾ മനുഷ്യരാണ്. മൃഗങ്ങളാണോ? ആകാശമാണോ? അതൊന്നുമല്ല അല്ലേ, മനുഷ്യരാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ. മനുഷ്യരാണ് മരങ്ങളെല്ലാം വെട്ടിമുറിക്കുന്നത്, മരത്തിൻ്റെ നാശത്തിന് കാരണമാകുന്നതെല്ലാം നമ്മളാണ്. ഡി ക്വസ്റ്റ്യൻ, മരങ്ങൾ നമുക്ക് നൽകുന്ന സഹായങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മരത്തിൻ്റെ സഹായമാണ്, തണൽ നൽകും ഇല്ലേ. കൂട് കൂട്ടും പക്ഷികൾക്ക്. വെയിൽ നൽകുമോ മരം? ഇല്ല, തണലാണ് തരുന്നത് അല്ലേ. അപ്പോൾ ഇത് അതിൽ ഉൾപ്പെടുത്താത്തത് അല്ലേ, ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്, അത് വെയിലാണ്. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ, സങ്കടം എന്നർത്ഥം വരുന്ന ഏത് പദമാണ് കഥാഭാഗത്ത് നൽകിയിട്ടുള്ളത്? സങ്കടം എന്നർത്ഥം വരുന്നത് അല്ലൽ അല്ലേ. അല്ലൽ വീണു അല്ലേ, ലാസ്റ്റ് പറയുന്നുണ്ടല്ലേ സങ്കടം എന്നർത്ഥം വരുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് വായിക്കുമ്പോൾ ഇല്ലേ. എൻ്റെ അല്ലൽ ഇരട്ടിച്ചു അല്ലേ. അമ്മക്കിളി നിലത്ത് വീണപ്പോൾ എൻ്റെ സങ്കടം അല്ലേ. അല്ലൽ എന്നർത്ഥം വരുന്നത്, അല്ലലിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? സങ്കടം ഇരട്ടിച്ചു അല്ലേ, സങ്കടം എന്നാണ്. അപ്പോൾ സങ്കടം എന്നർത്ഥം വരുന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചത് അല്ലൽ. ഇനി രണ്ടാമത്തെ ചോദ്യം, പ്രവർത്തനം 2 വരികൾ കൂട്ടിച്ചേർക്കാം. വരികൾ കൂട്ടിച്ചേർക്കാനാണ് അല്ലേ. വരികൾ, കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ വരികൾ നമ്മൾ ഉണ്ടാക്കി എഴുതുകയാണ് വേണ്ടത്. മാനത്തു മഴ വരും ആഘോഷം, പാടത്തിനതു കണ്ടു സന്തോഷം. മാനത്തു കൊട്ടും കുഴൽപ്പാട്ടും, പാടത്തു വെട്ടും വിതപ്പാട്ടും. മാനത്തു മേഘത്തിൻ തേരോട്ടം, പാടത്തു കുളിരിൻ്റെ നീരോട്ടം. മാനത്തെയും പാടത്തെയും കാഴ്ചകൾ ചേർത്ത് 4 വരികൾ കൂട്ടിച്ചേർക്കൂ. അപ്പോൾ മാനത്ത് എന്തൊക്കെയാണുള്ളത്? നമ്മുടെ പാടം അല്ലേ, നിലത്ത് പാടത്ത് എന്തൊക്കെയാണുള്ളത് എന്നൊക്കെ കൂട്ടിച്ചേർക്കുക അല്ലേ. അപ്പം മാനത്ത് എന്ന് പറഞ്ഞാൽ, മാനം എന്ന് പറഞ്ഞാൽ ആകാശത്ത് അല്ലേ. അവിടെ എന്താ മേഘങ്ങൾ ഉണ്ടാകും അല്ലേ. മിന്നൽ, ഇടിമിന്നൽ അല്ലേ, അതൊക്കെ നമുക്ക് മാനത്ത് അല്ലേ. ഇടിമിന്നൽ എന്നൊക്കെ പറഞ്ഞിട്ട് കവിത അല്ലേ 4 വരികൾ കൂട്ടിച്ചേർക്കാം അല്ലേ. മാനത്ത് മിന്നുന്ന, മിന്നല്ല ചെയ്യുക, മിന്നുന്ന
മിന്നൽക്കൊടി എന്ന് പറയാം അല്ലേ. നമ്മളൊന്ന് വർണ്ണിച്ച് വേണം എഴുതാൻ. അതുപോലെ പാടത്ത് പാടത്ത് എന്തൊക്കെ ഉണ്ടാവും? പാടത്ത് മീനുകൾ ഉണ്ടാവും അല്ലേ. പരൽ മീൻ ഉണ്ടാവും, തുള്ളുന്ന മീൻ എന്ന് പറഞ്ഞ് വർണ്ണിക്കാം അല്ലേ. മീനിനെ തുള്ളി കളിക്കുന്ന മീനില്ലേ, തുള്ളുന്ന മീനുണ്ട് പാടത്ത് അല്ലേ, പാടത്ത് തുള്ളുന്ന മീൻ എന്ന് പറയാം. അതുപോലെ നെൽക്കതിരുകൾ ഉണ്ടാവും പാടത്ത് ഇല്ലേ, വയലിൽ പാടത്ത് നെൽക്കതിരി, പൊൻകതിരി അല്ലേ, അങ്ങനെ വിളയലാണ് നെല്ല് അല്ലേ, വിളയുന്ന പാടത്ത് വിളയുന്ന പൊൻകതിരി അല്ലേ. അപ്പോൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മളൊന്ന് വർണ്ണിച്ചിട്ടാണ് വരികൾ കൂട്ടിച്ചേർത്തേണ്ടത്. അപ്പം മാനത്ത് ചാലിച്ച കരിമുകിൽ അല്ലേ, മാനത്തുണ്ടാകുന്ന കരിമുകിൽ അല്ലേ, ചാലിച്ച കരിമുകിലും പാടത്ത് വിളയുന്ന പൊൻകതിരും അല്ലേ, പാടത്ത് പൊൻകതിരി അല്ലെ നെൽക്കതിരി വിളയുക അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വരികൾ ഉണ്ടാക്കി എഴുതുകയാണ് വേണ്ടത് അല്ലേ. പാടത്ത് വിളയുന്ന പൊൻകതിരും മാനത്ത് മിന്നുന്ന മിന്നൽ കൊടിയും അല്ലേ, മാനത്ത് മിന്നൽ കൊടി മിന്നുക അല്ലേ, മിന്നൽ മിന്നുന്ന മിന്നൽ അല്ലേ, അല്ലെ മിന്നൽ കൊടിയും, മാനത്ത് മിന്നുന്ന മിന്നൽ കൊടിയും പാടത്ത് തുള്ളുന്ന പരൽമീനും അല്ലേ. പാടത്തല്ലേ പരൽമീൻ ഉണ്ടാവുക, തുള്ളിക്കളിക്കും അല്ലേ, പാടത്ത് തുള്ളുന്ന പരൽമീനും. അങ്ങനെ നമ്മൾ 4 വരികൾ കൂട്ടിച്ചേർത്തു. അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനം. പ്രവർത്തനം 3, ചിഹ്നം ചേർക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം വായിച്ച് ഉചിതമായ ചിഹ്നങ്ങൾ ചേർത്തെഴുതുക. ഇവിടെ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ സ്റ്റോപ്പ്, കോമ അല്ലേ, കോഡ്സൊക്കെ ഇട്ടിട്ട് ചിഹ്നങ്ങൾ ചേർത്തിട്ട് ഇത് പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു കുഞ്ഞനുറുമ്പ്, നേർത്ത നനവുള്ള പച്ചപ്പുൽത്തകിൽ. അപ്പോൾ കുഞ്ഞനുറുമ്പ് അല്ലേ നല്ല ഉറക്കത്തിലായിരുന്നു. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വേണ്ടേ, അപ്പോൾ എല്ലാ സെൻറ്റൻസ് അവസാനിക്കുകയുള്ളൂ. നല്ല ഉറക്കത്തിലായിരുന്നു കുഞ്ഞനുറുമ്പ് അല്ലേ, ഞാൻ രാവിലെ എഴുന്നേറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടണം. അല്ലെങ്കിൽ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു അല്ലേ, ഫുൾ സ്റ്റോപ്പ് ഇടണം. അപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു കുഞ്ഞനുറുമ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു കുത്ത് അല്ലേ, ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. അപ്പോൾ ആ സെൻറ്റൻസ് അവിടെ കഴിഞ്ഞു. ഇനി അടുത്തതാണ്. നേർത്ത നനവുള്ള പച്ചപ്പുൽത്തകിടിയിലൂടെ തെന്നി പോകുന്നത് അവൻ സ്വപ്നം കണ്ടു. അപ്പോൾ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു അല്ലേ, സ്വപ്നം കണ്ടു അവിടെ അവസാനിച്ചു അല്ലേ, ആ സെൻറ്റൻസ് അവിടെ അവസാനിച്ചു. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ്, ഒരു കുത്തിടണം അല്ലേ. സ്വപ്നം കാണുക അത് അവസാനിച്ചു. ഇനി അടുത്ത സെൻറ്റൻസ് ആണ്. നല്ല രസം, അവൻ കൂടുതൽ ഉത്സാഹത്തോടെ തെന്നി നീങ്ങാൻ തുടങ്ങി. അപ്പോൾ തുടങ്ങി അല്ലേ, അതും അവസാനിച്ചു. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം അല്ലേ. നെക്സ്റ്റ് വാക്കാണ് അല്ലേ, അത് നമ്മൾ അടുത്തത് അല്ലേ, അതിൻ്റെ മുന്നൊരു തൊട്ട് ഫുൾ സ്റ്റോപ്പ് ഇടണം അല്ലേ. കുഞ്ഞാ നീ ഇനിയും എഴുന്നേറ്റില്ലേ. അപ്പോൾ എഴുന്നേറ്റില്ലേ എന്ന് ചോദിക്കുകയാണ്, ഒരു ചോദ്യചിഹ്നം വേണം അല്ലേ, ക്വസ്റ്റ്യൻ മാർക്ക്. നീ ഇനിയും എഴുന്നേറ്റില്ലേ ഒരു ചോദ്യമാണ്. കുഞ്ഞാ നീ ഇനിയും എഴുന്നേറ്റില്ലേ എന്ന്. അപ്പോൾ കുഞ്ഞാ എന്ന് വിളിക്കുന്നുണ്ട്, അപ്പോൾ അവിടെ ഒരു കോമയില്ലേ, കുഞ്ഞാ നീ ഇനിയും എഴുന്നേറ്റില്ലേ അല്ലേ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോമ ഇടണം. അമ്മയുടെ ശബ്ദം കേട്ട് അവൻ ഞെട്ടി ഉണർന്നു. അമ്മയുടെ ശബ്ദം കേട്ട് അവൻ ഉണർന്നു. അപ്പോൾ അവിടെയും സെൻറ്റൻസ് അവസാനിക്കുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇടണം. അപ്പം അമ്മ ചോദിക്കുന്ന ചോദ്യമാണല്ലേ, കുഞ്ഞാ നീ ഇനിയും എഴുന്നേറ്റില്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അമ്മയുടെ ചോദ്യം അല്ലേ കോഡ്സിൽ, ഡബിൾ കോഡ്സിലിടണം. 2 കുത്ത് ഇങ്ങനെ കോമ കോഡ്സിലാക്കിയിട്ടാണ് എഴുതേണ്ടതില്ലേ. അമ്മയുടെ വാക്കുകളാണ്, അമ്മ ചോദിക്കുന്ന ചോദ്യമാണ്. അല്ലെങ്കിൽ ആരെ പറയുന്നത് നമ്മൾ കോഡ്സിലാക്കൂലേ. 2 കോഡ്സ് ഡബിൾ കോഡ്സിൽ ഞാൻ താഴെ എഴുതി കാണിക്കാം വൃത്തിയിൽ. ഒരു കുഞ്ഞനുറുമ്പ് അല്ലേ, ഫുൾ സ്റ്റോപ്പ് അല്ലേ, കുത്തിടുക അല്ലേ. നല്ല രസം, അവൻ കൂടുതൽ ഉത്സാഹത്തോടെ തെന്നി നീങ്ങാൻ തുടങ്ങി. അപ്പോൾ നല്ല രസം എന്നുള്ളത് ഒരു രസം, ആശ്ചര്യചിഹ്നം അല്ലേ, എക്സ്ക്ലമേഷൻ മാർക്ക് ഇടണം അല്ലേ. നല്ല രസം, ഒരു അത്ഭുതത്തോടെ പറയുകയാണ് അല്ലേ നല്ല രസം എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് നമ്മൾ ഇടേണ്ടതാണ്, ആശ്ചര്യചിഹ്നം അല്ലേ. അവൻ കൂടുതൽ ഉത്സാഹത്തോടെ തെന്നി നീങ്ങാൻ തുടങ്ങി അല്ലേ, ആ വാക്ക് അവിടെ അവസാനിച്ച് കുത്തിടുക. ഈ അമ്മ പറയുന്നതാണ്, കുഞ്ഞാ നീ ഇനിയും എഴുന്നേറ്റില്ലേ അല്ലേ. എഴുന്നേറ്റില്ലേ എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പോൾ ചോദ്യചിഹ്നവും ഇടണം, ഡബിൾ കോഡ്സിലില്ലേ. ഇങ്ങനെ 2 കോമേൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് ഒരാൾ പറയുന്ന വാക്ക് നമ്മൾ എഴുതേണ്ടത് അല്ലേ. ഇതൊക്കെ അമ്മ പറയുന്നതാണ് അല്ലേ. അമ്മയുടെ ശബ്ദം കേട്ട് അവൻ ഞെട്ടി ഉണർന്നു. അപ്പോൾ ആ ശബ്ദം കേട്ടിട്ടാണ് അവൻ ഉണർന്നത്. അപ്പോൾ അതും അവസാനിക്കുന്നതായിട്ട് ആ സെൻറ്റൻസ് അവസാനിക്കുകയാണ്. ആ വാക്ക് ഇവിടെ തീരുകയാണ്. അപ്പോൾ അവിടെ ഒരു കുത്തിടണം, ഫുൾ സ്റ്റോപ്പ് അല്ലേ. അടുത്തത് 4ാമത്തെ പ്രവർത്തനം. പ്രവർത്തനം 4. പ്രവർത്തനം 4ൽ 2 പ്രവർത്തനം ഉണ്ട്. അവയിൽ ഒന്നിനു മാത്രം ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ 4ൽ എ സംഭാഷണം എഴുതാം അല്ലേ. ഒന്നെങ്കിൽ 4ൽ എ എഴുതുക സംഭാഷണം, അല്ലെങ്കിൽ ഗദ്യരൂപത്തിലാക്കാം അല്ലേ. 4ൽ ബി ക്വസ്റ്റ്യൻ. ഓക്കെ, അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നന്നായിട്ട് അറിയുന്നത് ഏതാന്ന് വായിച്ച് നോക്കിയിട്ട് ഏതെങ്കിലും ഒന്ന് എഴുതുക. അപ്പോൾ ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ എഴുതേണ്ടത്? അമ്പിളി അമ്മാവൻ അല്ലെ, അമ്പിളി മാമനും പട്ടൂസും തമ്മിലുള്ള സംഭാഷണമാണ് അല്ലേ. ആരൊക്കെയാണവർ? ആബിദക്കുട്ടിയുടെ കൈവിട്ട് പറന്നുയർന്ന പട്ടൂസ് മാനത്ത് പറന്നു നടന്നു. അതായത് പട്ടം അല്ലേ, പട്ടത്തിൻ്റെ പേരാണ് പട്ടൂസ് അല്ലേ. ആബിദക്കുട്ടി ഇങ്ങനെ പട്ടം പറത്തുന്നതിനിടയിൽ അത് മാനത്തേക്ക് പറന്നുയർന്നു അല്ലേ, കൈവിട്ട് പോയി. അവന് ആകെ പ്രയാസമായി. പട്ടൂസിൻ്റെ വിഷമം കണ്ട് അമ്പിളിയമ്മാവൻ കാര്യം തിരക്കി. അമ്പിളിയമ്മാവൻ അത് കണ്ടപ്പോൾ എന്താണ് കാര്യമെന്ന് ചോദിച്ചു. എന്തൊക്കെയാവും പട്ടൂസും അമ്പിളിമാമനും തമ്മിൽ പറഞ്ഞിരിക്കുക? സംഭാഷണ രൂപത്തിൽ എഴുതി നോക്കൂ. അപ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ പട്ടൂസ്, പട്ടവും അമ്പിളിമാമനും അല്ലേ. പറന്നുയർന്നാൽ ആകാശത്ത് ആരെ കാണുക? അമ്പിളിമാമനെ കണ്ടു. അപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാവുക?
അല്ലേ? പട്ടൂസിനോട് ആദ്യം അമ്പിളിമാമൻ എന്ത് ചോദിക്കും? എന്തിനാ പട്ടൂസ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ പട്ടൂസ് എന്ത് പറയും? എന്തിനാണ് സങ്കടപ്പെടുന്നത്? എനിക്ക് ആബിദക്കുട്ടിയെ കാണാൻ തോന്നുന്നു, അല്ലേ? ആബിദക്കുട്ടിയുടെ കയ്യിൽ നിന്നാണ് പറന്നു പോയത്, അല്ലേ പട്ടം? എന്താണ് എനിക്ക് എന്തിനാണ് സങ്കടം വരുന്നത്? അവളെ കാണാൻ വേണ്ടിയിട്ടാണല്ലേ. എനിക്ക് ആബിദക്കുട്ടിയെ കാണാൻ തോന്നുന്നു. അമ്പിളിമാമൻ ആരാണ് ആബിദക്കുട്ടി, അല്ലേ? അതാരാണെന്ന് ചോദിക്കും. അപ്പോൾ പട്ടൂസ് എന്ത് പറയും? അവളാണ് എന്നെ ഉണ്ടാക്കിയത്, അല്ലേ? അവളുടെ കയ്യിൽ നിന്നാണ് ഞാൻ പറന്നു പോയത് എന്ന് പറയും, അല്ലേ? ആബിദക്കുട്ടി ആരാന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? അവളാണ് എന്നെ ഉണ്ടാക്കിയത്. ഇത്താത്തയുടെ കയ്യിൽ നിന്ന് നൂൽ പൊട്ടിയാണ് ഞാൻ ഇവിടെ എത്തിയത്, അല്ലേ? കയ്യിൽ നൂല് പൊട്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയതെന്ന് പട്ടൂസ് പറയും. അപ്പം അമ്പിളിമാമൻ എന്ത് പറയും? നീ വിഷമിക്കണ്ട, അല്ലേ? സങ്കടപ്പെടേണ്ട, അല്ലേ? നീ വിഷമിക്കണ്ട. ഞാൻ മേടക്കാറ്റിനോട് പറഞ്ഞ് നിന്നെ ആബിദയുടെ അടുത്തെത്തിക്കാം, അല്ലേ? ഞാൻ കാറ്റിനോട് പറഞ്ഞിട്ട് നിന്നെന്താണ് പറത്തി വിട്ടിട്ട് അവളുടെ അടുത്തെത്തിക്കാം എന്ന് അമ്പിളിമാമൻ പറഞ്ഞു, അല്ലേ? അമ്പിളിയമ്മാവൻ്റെ ഫ്രണ്ട്, അല്ലേ? സുഹൃത്തായിട്ടുള്ള കാറ്റിനോട് പറയും, അല്ലേ? കാറ്റിനല്ലേ അവിടെ എത്തിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പട്ടൂസ് എന്ത് പറയും? ഒരുപാട് നന്ദി അമ്പിളി അമ്മാവ, അല്ലേ? ഒരുപാട് നന്ദി അമ്പിളി മാമ എന്ന് പറയുന്നത് നന്ദി പറയും, അല്ലേ? എത്തിക്കാമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. അവരെന്തൊക്കെയായിരിക്കും അവർക്കിടയിൽ, ഇതൊക്കെ ആയിരിക്കില്ലേ പറഞ്ഞിട്ടുണ്ടാവുക? നിങ്ങളുടെ അഭിപ്രായത്തിൽ എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ 4B ഗദ്യരൂപത്തിലാക്കാം. താഴെ നൽകിയ കവിത വായിച്ച് ആശയം ചോർന്നു പോകാതെ പൂർണ്ണവാക്യങ്ങളാക്കി എഴുതൂ. അപ്പോൾ താഴെ കവിതയാണ് തന്നിട്ടുള്ളത്, അത് ഗദ്യരൂപത്തിലാക്കണം, അതായത് കഥ പോലെ എഴുതുക. ഇതൊരു കവിത പോലെയുള്ളത്, അതൊന്ന് നിങ്ങളുടെ ആശയം, അല്ലേ? ഈ ആശയം ചോർന്നു പോകാതെ ഇതിൽ എന്താണോ ഉള്ളത് അത് കഥ പോലെ, അല്ലേ? ഒരു വാക്യമാക്കിയിട്ട് എഴുതുകയാണ് വേണ്ടത്. ഇത് കവിതയാണ്, അല്ലേ? എന്താണ് ആശയം നോക്കാം. ചിറക് കുരുത്തു തുടങ്ങും മുമ്പൊരു ചിന്നക്കുരുവി നിനക്കുന്നു. ഇപ്പോൾ ചിറക്, കുരുത്തു എന്ന വാക്കിനർത്ഥം മുളച്ചു, അല്ലേ? ചിറക് മുളച്ച് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയ കുരുവി, ചിന്നക്കുരുവി നിനക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? വിചാരിക്കുന്നു, ആലോചിക്കുന്നു, അല്ലേ? ചിറക് മുളയ്ക്കുന്നതിന് ആലോചിക്കുകയാണ്. അപ്പോൾ ചിറക് മുളച്ച് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കുരുവി ആലോചിക്കുന്നു എന്ന് എഴുതാം, അല്ലേ? ആലോചിക്കുന്നു, അല്ലേ? കവിത നമ്മൾ മാറ്റി. നീലാകാശം കൂട്ടിനരികെ നിന്നു പതുക്കെ വിളിക്കുന്നു. നീലാകാശം, നിലാവുള്ള ആകാശം തൻ്റെ കൂട്ടിനരികിൽ വന്ന് പതുക്കെ വിളിക്കുകയാണ്, അല്ലേ? വിളിക്കുന്നു എന്നുള്ളത് വിളിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗദ്യരൂപത്തിലാക്കണം. ഈ പദ്യത്തെ മാറ്റണം, അല്ലേ? കവിതയെ മാറ്റി നമ്മളങ്ങനെ എഴുതുക, അല്ലേ? കാടിൻ മീതെ വയലിൻ മീതെ കടലിൻ മീതെ പോകണമോ, അല്ലേ? ഇതൊരു കവിത പോലെ പാട്ടാണ്, അത് നമ്മൾ കഥ പോലെ ആക്കണം, അല്ലേ? കാടിൻ്റെ മീതെ, അല്ലേ? അതായത് കാടിന് മുകളിലൂടെയും വയലിന് മുകളിലൂടെയും കടലിന് മുകളിലൂടെയും പറന്നു പോകണമോ, അല്ലേ? നിനക്ക് പറക്കണമോ, അല്ലേ? പറന്നു പോകണമോ. അപ്പോൾ മീതെ മീതെ എന്നുള്ളത് കവിതയാണ്, അല്ലേ? പാട്ട് പോലെ. കാടിൻ മീതെ വയലിൻ മീതെ, അല്ലേ? കാടിന് മുകളിലൂടെ, അല്ലേ? മുകളിലൂടെയും വയലിന് മുകളിലൂടെയും കടലിന് മുകളിലൂടെയും പറന്നു പോകണോ, അല്ലേ? പോകണമോ. കുഞ്ഞിക്കാറ്റു കളിച്ചു നടക്കും കുന്നിൻ ചരിവിലിരിക്കണമോ. എന്താണ്? അതോ അല്ലെങ്കിലില്ല, അതോ കുഞ്ഞിക്കാറ്റ് കളിച്ച് നടക്കുന്ന കുന്നിൻ ചെരുവിൽ ഇരിക്കണമോ എന്നാണ് ആ കുരുവി ചിന്തിക്കുന്നത്. ഇതൊക്കെയാണ് ആ കുരുവി ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഗദ്യരൂപം, ഈ പദ്യത്തെ, ഈ കവിതയെ മാറ്റി ഒരു പാരഗ്രാഫ് പോലെ ഇവിടെ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണെന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ചിറക് മുളച്ച് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കുരുവി ആലോചിക്കുന്നു. നിലാവുള്ള ആകാശം തൻ്റെ കൂട്ടിനരികിൽ വന്ന് പതുക്കെ വിളിക്കുകയാണ്. കാടിന് മുകളിലൂടെയും വയലിന് മുകളിലൂടെയും കടലിന് മുകളിലൂടെയും പറന്നു പോകണമോ, അതോ കുഞ്ഞിക്കാറ്റ് കളിച്ചു നടക്കുന്ന കുന്നിൻ ചെരുവിൽ ഇരിക്കണമോ എന്നാണ് ആ കുരുവി ചിന്തിക്കുന്നത്. ചെരുവിൽ എന്നാണ്. ഓക്കെ, അടുത്തത് പ്രവർത്തനം 5, അല്ലേ? പ്രവർത്തനം 5ലും 2 പ്രവർത്തനം ഉണ്ട്, അല്ലേ? അവയിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതാം, അല്ലെ? 5ൽ A കത്ത് എഴുതാം, അല്ലെങ്കിൽ 5ൽ B യാത്രാനുഭവ വിവരണം. ഏതെങ്കിലും നന്നായിട്ട് അറിയുന്നത് തിരഞ്ഞെടുത്ത് എഴുതുക. കത്ത് ആർക്കാണ് എഴുതേണ്ടത്? മൈക്കിൾ ചേട്ടൻ്റെ സൈക്കിൾ വാടകയ്ക്കെടുത്ത് ചന്ദ്രനിലേക്ക് യാത്ര പോയ കുട്ടിയുടെ അനുഭവങ്ങൾ കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? യാത്ര പോയ കുട്ടി തൻ്റെ അനുഭവങ്ങൾ കൂട്ടുകാരനായ സോനുവിനെ ഒരു കത്തിലൂടെ എഴുതി അറിയിച്ചു. എന്തൊക്കെയായിരിക്കും കത്തിലെ വിശേഷങ്ങൾ? എഴുതി നോക്കൂ. അപ്പോൾ എന്തൊക്കെയായിരിക്കും കത്തിൽ എഴുതിയിട്ടുണ്ടാവുക? ചന്ദ്രനിൽ യാത്ര പോയ അനുഭവങ്ങൾ, ചന്ദ്രനിൽ എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെയുണ്ടായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടുകാരനായ സോനുവിന് എഴുതുന്ന കത്താണ് എഴുതേണ്ടത്. കത്ത് എഴുതുമ്പോൾ സ്ഥലം തീയതി എഴുതേണ്ടതാണ്. സ്ഥലം വേങ്ങര, തീയതി 5/8/2026. പ്രിയപ്പെട്ട സോനുവിന് സുഖമെന്ന് കരുതുന്നു. ആദ്യം നമ്മൾ ആർക്കാണ് എഴുതുന്നത്, അല്ലേ? പ്രിയപ്പെട്ട സോനുവിനാണ്. സോനുവിനെ എന്ന് എഴുതിയിട്ട് സുഖമെന്ന് കരുതുന്നു, അല്ലെങ്കിൽ സുഖമാണോ എന്ന് ചോദിക്കാം. വിശേഷം ചോദിക്കണം ആദ്യം, അല്ലേ? കത്തെഴുതുകയാണ്. മൈക്കിളേട്ടൻ്റെ സൈക്കിൾ വാടകയ്ക്കെടുത്ത് ഞാൻ ചന്ദ്രനിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഈ കത്തെഴുതുന്നത്. അടുത്തത് എന്തിനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്, എന്താണ് വിശേഷം എന്ന് പറഞ്ഞിട്ട് എഴുതുക. സത്യത്തിൽ ചന്ദ്രനിലെ കാഴ്ചകൾ എന്നെ അത്ഭുതപ്പെടുത്തി. ഇവിടെ ഭൂമിയെപ്പോലെ വായുവോ വെള്ളമോ ഇല്ല. ചന്ദ്രനിൽ എന്താണ്? വായുവും വെള്ളവും ഒന്നുമില്ല,
അവിടുത്തെ വിശേഷങ്ങളാണ് കത്തിലൂടെ പറയേണ്ടത്. ഞാൻ നിലാവ് കൊള്ളാനായിരുന്നു ചന്ദ്രനിലേക്ക് പോയത്. ചന്ദ്രനിൽ എത്തിയപ്പോൾ ഞാൻ അവിടെ മേഘത്തിൽ ഒരു കുട്ടി ഇരിക്കുന്നത് കണ്ടു. അവൻ ആരാണെന്ന് അറിഞ്ഞാൽ നീ ശരിക്കും അത്ഭുതപ്പെടും. ആരായിരുന്നു മേഘത്തിൽ ഇരിക്കുന്ന കുട്ടി? മേഘത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന കുട്ടി ആരാണ്? ചന്ദ്രൻ. ചന്ദ്രൻ ആയിരുന്നു അത്. ചന്ദ്രൻ മുകളിൽ നിന്ന് പിടിവിട്ട് വീണു മേഘത്തിൽ എത്തിയതായിരുന്നു. ഞാനും ചന്ദ്രനും ഒരുപാട് സംസാരിച്ചു. ചന്ദ്രനും ഭൂമിയിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഞാൻ അവനെയുമായി ഭൂമിയിലേക്ക് വന്ന് ഒരുപാട് കാഴ്ചകൾ കാണിച്ചു കൊടുത്തു. നമ്മുടെ മരങ്ങളും മലകളും പുഴകളും പിന്നെ ചന്ദ്രനെ സൈക്കിൾ ഓടിക്കാനും പഠിപ്പിച്ചു. അന്ന് രാത്രി ആയപ്പോഴേക്കും ചന്ദ്രൻ ആകാശത്തേക്ക് തന്നെ മടങ്ങി. അടുത്ത പ്രാവശ്യം ഞാൻ ചന്ദ്രനിലേക്ക് പോകുമ്പോൾ ഉറപ്പായും നിന്നെയും കൊണ്ടുപോകും. നിന്നെ ഞാൻ ചന്ദ്രന് പരിചയപ്പെടുത്തി കൊടുക്കും. സ്നേഹത്തോടെ നിന്റെ കൂട്ടുകാരൻ. അല്ലെങ്കിൽ അഞ്ജലി ബി യാത്രാനുഭവ വിവരണം. യാത്ര ചെയ്തിട്ടുള്ള അനുഭവക്കുറിപ്പ്. യാത്രയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ. നിരവധി യാത്രകൾ കൂട്ടുകാർ നടത്തിയിട്ടുണ്ടല്ലോ. ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട്. അവയിൽ ഏറ്റവും ഇഷ്ടമായ യാത്ര ഏതാണ്? യാത്രയിൽ ഒപ്പം ഉണ്ടായിരുന്നവരെയും കണ്ട കാഴ്ചകളും ഉൾപ്പെടുത്തി ആകർഷകമായ ഭാഷയിൽ ആ യാത്രാനുഭവങ്ങൾ ഒന്ന് എഴുതി നോക്കൂ. അപ്പോൾ യാത്രയിൽ ഒപ്പം ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്? എന്തൊക്കെ കാഴ്ചകളാണ് നിങ്ങൾ അവിടെ കണ്ടത്? എന്തൊക്കെയാണ് അനുഭവങ്ങൾ? അത് അനുഭവക്കുറിപ്പാക്കി എഴുതുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് മറക്കാനാവാത്തൊരു അനുഭവം എൻ്റെ മറക്കാനാവാത്ത വയനാട് യാത്ര, അല്ലെങ്കിൽ വയനാട് യാത്ര ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ് സ്ഥലം? ആ സ്ഥലത്തേക്ക് പോയ ഒരു യാത്രയുടെ വിശേഷണം ഒരു തലക്കെട്ട് കൊടുക്കാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നത് കൂട്ടുകാരൊപ്പം നടത്തിയ വയനാട് യാത്രയാണ്. ഞാനും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ അച്ചുവും രാഹുലും ചേർന്നാണ് ഈ യാത്ര പോയത്. പച്ചപ്പും തണുപ്പും നിറഞ്ഞ ആ മലയോര പ്രദേശം തങ്ങളെ ഒത്തിരി ആകർഷിച്ചു. യാത്രയിൽ ഞങ്ങൾ കണ്ട കാഴ്ചകൾ ഒന്നിനൊന്ന് മനോഹരമായിരുന്നു. മുകളിലേക്ക് വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന താമരശ്ശേരി ചുരം കയറിയപ്പോൾ താഴെ കണ്ട കാഴ്ചകൾ അതിശയകരമായിരുന്നു. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ തണുത്ത വെള്ളത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു. ബാണാസുര സാഗർ അണക്കെട്ടിലെ ബോട്ട് യാത്രയും മുത്തങ്ങയിലെ കാട്ടുമൃഗങ്ങളെ കണ്ടതും ഒരിക്കലും മറക്കാൻ കഴിയില്ല. കൂട്ടുകാരോടൊപ്പമുള്ള ചിരിയും കളിയും പാട്ടുകളുമാണ് ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കിയത്. പ്രകൃതി ഭംഗി ആവോളം ആസ്വദിച്ച ആ ദിവസങ്ങൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. അല്ലെങ്കിൽ എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരനുഭവമായിരുന്നു അത്. ആ സ്ഥലങ്ങളെന്നും എൻ്റെ മനസ്സിലുണ്ട്. അവിടുത്തെ കാറ്റും തണുപ്പൊക്കെ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇപ്പോഴും എനിക്ക് കുളിരേകുന്നു. അപ്പം കണ്ട വെള്ളം ചാടുമ്പോൾ എനിക്ക് ഉണ്ടായ അനുഭവം ഒക്കെ, കാറ്റടിച്ചപ്പോൾ മരങ്ങൾ ആടി ഉലഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രകൃതിയെയും വർണ്ണിച്ചുകൊണ്ട് നമുക്ക് ആസ്വാദനക്കുറിപ്പ് ആ യാത്രാനുഭവക്കുറിപ്പ് തയ്യാറാക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്? അവിടെ ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു? ഞങ്ങളെല്ലാവരും കളിച്ചു ചിരിച്ചു. കൂട്ടുകാരുണ്ടായത് കൊണ്ടാണ് ആ യാത്ര അത്രയും മനോഹരമായത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇത്രയും ചോദ്യങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ 2025-26 ചോദ്യപേപ്പറിൽ ചോദിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.